ഇന്നത്തെ റൈഡ് കോഴിക്കോട് ടു കോയമ്പത്തൂർ. ഏർലി മോർണിംഗ് 4:45 ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പതിവ് പോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മണ്ണാർക്കാട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ഏകദേശം റൈഡേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് സ്വാഭാവികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. തൊട്ട് മുന്നിൽ തന്നെ മണ്ണാർക്കാട് തട്ടുകടാന്ന് കണ്ടു. അവിടെ കയറി ആ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അങ്ങോട്ട് കഴിച്ചു. തൊട്ട് മുമ്പിലുള്ള ചങ്ക് ബീഫ് ഓർഡർ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ കടല ഓർഡർ ചെയ്തു. ബീഫും കടലയും മിക്സ് ചെയ്ത് പുട്ടിന് കൂട്ടി അടിക്കാമല്ലോ. ബൈ ദ ബൈ, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മുടെ റൈഡാണ് മുഖ്യം. ആസ് യൂഷ്വൽ റൈഡിന് മുമ്പ് ഒരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടാവും. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ റൈഡിങ്ങിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. കൂടാതെ ഇത്തവണ TVSന്റെ റീജിയൻ മാനേജർ ആണോ എന്തോ ഒരു മാനേജർ, എനിക്ക് പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മയില്ല, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് അവരെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം നല്ല ചൂടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ ചൂട് അങ്ങോട്ട് നമ്മൾ മറക്കും. പോകുന്ന വഴിയിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറി. ചായ കുടിക്കാനായിരുന്നു കയറിയത്. പക്ഷെ ചൂട് കൊണ്ട് എല്ലാവരും ജ്യൂസിലും ബാക്കിയുള്ള ഡ്രിങ്ക്സിലൊക്കെ ഒതുക്കി. പിന്നെ പഴംപൊരി ഇല്ലാത്ത എന്ത് ലൈഫാണല്ലോ. മുന്തിരി ജ്യൂസ് കണ്ടപ്പോൾ പഴംപൊരിക്ക് തീരെ പിടിച്ച്. പഴംപൊരിക്ക് ചായ ആണല്ലോ കൂട്ട്, പക്ഷെ ചൂടത്ത് ചായ കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ മുന്തിരി ജ്യൂസാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തു. നേരെ കോയമ്പത്തൂർ റൈനോക്സിന്റെ ഷോറൂമിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. റൈനോക്സിന്റെ ഷോറൂമൊക്കെ കണ്ടു. അവർ കുറെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമുക്ക് ഫണ്ടിന് വേണ്ടി കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വിജയിച്ചവർക്ക് അവർ വൗച്ചറൊക്കെ തന്നിരുന്നു. പിന്നെ റൈനോക്സിന്റെ വക നമുക്കൊരു ലഞ്ചും പ്രൊവൈഡ് ചെയ്തു. റൈനോക്സിന്റെ ഷോറൂമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, എന്റെ പേജിൽ ഉണ്ടാവും. ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് ആദിയോഗിയിലേക്കാണ്. ആദിയോഗിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശിവ സ്റ്റാച്ചു ആണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തു. അത് വേറൊരു അട്രാക്ഷൻ ആണ് ഇഷ യോഗ സെന്റർ. ഇവിടുത്തെ വളണ്ടിയേഴ്സ് ഒക്കെ കൂടുതലും യൂറോപ്യൻസ് ആണ്. ഒരു വല്ലാത്തൊരു കൗതുകം തോന്നി. അവർ നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ശിവരാത്രിന്റെ ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും അവിടെ ഉണ്ട്. ഇവിടുത്തെ രാത്രിയാകുമ്പോൾ ഒരു അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ലൈറ്റ് ഷോ. ലൈറ്റ് ഷോക്ക് കുറച്ച് പേര് നിന്നു, കുറച്ച് പേര് നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വരുമ്പം കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ ഒരു നല്ലൊരു ബേക്കറി ഉണ്ട്. അവിടുന്ന് ഒരു ക്രീം ബണ്ണും ഒരു ചായയൊക്കെ കുടിച്ച് നേരെ പെരിന്തൽമണ്ണയിൽ നല്ല കിഡിലം മധുഹൂത്ത്. ഞാൻ കോഴിക്കോട് നിന്ന് കഴിച്ചതിന് ശേഷം ഒരു കിഡിലം മധുഹൂത്ത് പിന്നെ കഴിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ബ്രദേഴ്സ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.